ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ കൊച്ചു കേരളം. അത്തരത്തിൽ ത്രേതായുഗത്തിൽ സൂര്യദേവൻ്റെ വിഗ്രഹം സ്ഥാപിതമായി എന്ന് ഐതിഹ്യത്തിൽ പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉപദേവതകൾ കിഴക്കോട്ട് ദർശനമായ ദേവി, അതേപോലെ തന്നെ ശാസ്താവ്, യക്ഷി എന്നിവയാണ്. ഉത്സവ ആഘോഷങ്ങളിൽ പ്രധാനമായത് രക്തചന്ദന കാവടി, അതേപോലെ തന്നെ അഭിഷേകങ്ങൾ, ഇവയൊക്കെയാണ്. ഏറെ പ്രശസ്തമായ ഈ ക്ഷേത്രം ഏതാണെന്നല്ലേ? ആ ക്ഷേത്രത്തെയാണ് ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് സമീപം ഇരവിമംഗലത്തുള്ള ആദിത്യപുരം സൂര്യക്ഷേത്രം, വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഭഗവാനാണ്. അവൾ ഇവിടുത്തെ കൂടുതൽ അറിവുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങളൊന്ന് പങ്കുവെക്കുന്നു. വന്നോളൂ. കൽത്തളിരടിയിണ അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ചരിത്രമുറങ്ങുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രം, അവിടുത്തെ മേൽശാന്തി ബഹുമാന്യനായ ദിനേശൻ തിരുമനസിനൊപ്പമാണ് ഞാനുള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം. ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. വരുമ്പോൾ നമുക്കൊരു മനസ്സിൽ സന്തോഷം തോന്നുന്നു. അപ്പോൾ ഈ സൂര്യക്ഷേത്രത്തിൻ്റെ ചരിത്രം പെട്ടെന്ന് എന്താണ് ദിനേശ് ഓർമ്മ വരുന്നത്? ഈ ത്രേതായുഗത്തിൻ്റെ ആണെന്നാണ് പറയുക ശ്രീകോവിലിൻ്റെ കണക്ക്. അതിന് ആധികാരികമായിട്ട് രേഖയൊന്നുമില്ല, ഐതിഹ്യത്തിൽ പറയുന്നതാണ്. അതെ, രേഖകളൊന്നും കാണിക്കാൻ നോക്കിയില്ല. പക്ഷേ ഈ ശ്രീകോവിലിൻ്റെ കണക്കിൽ ഈ 19 കോൽ ചുറ്റുന്നാണ് പറയുക. ഈ അവരുടെ ഭാഷയിൽ, ഈ തച്ചുശാസ്ത്ര ഭാഷയിൽ പറഞ്ഞ മരണചുറ്റെന്നാണ് പറയുക. അപ്പോൾ അത് ആ പ്രകാരമുള്ളതാകുമ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലാണ് അത് നിർമ്മിച്ചതെന്നാണ് അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയണത്. അത്രേ നമുക്ക്, അല്ലാണ്ട് തെളിവുകളൊന്നും കാണിക്കാൻ നിർത്തി. ഐതിഹ്യങ്ങളെല്ലാം നമുക്ക് ഓരോരോ വിശ്വാസങ്ങളാണ്. എന്തായാലും ആ വിശ്വാസം സത്യമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. മരണച്ചുറ്റെന്നാണ് പറയുക. മരണച്ചുറ്റ് എന്നാണ് അവരുടെ തച്ചുശാസ്ത്ര ഭാഷ. പക്ഷേ ഈ ഭഗവാൻ അതുകൊണ്ട് ഒരു ഇതുമില്ല. നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്കോ നമുക്കോ ഈ ക്ഷേത്രത്തിനോ യാതൊരു ഐശ്വര്യക്കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഐശ്വര്യം ഇങ്ങനെ ഏറിയേറി വരുവാണ്. തിരുവനന്തപുരത്തിനെ കാണുമ്പോൾ തന്നെ മുഖത്തേക്ക് നോക്കുന്നതിന് നല്ലൊരു സൂര്യ തേജസ്സാണ്. അത് തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു. സത്യസന്ധമായി പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ശ്രീകോവിലാണെങ്കിലും വിഗ്രഹങ്ങളൊക്കെ ആണെങ്കിലും പ്രത്യേക ഒരുപാട് ഇതുണ്ടല്ലോ. അതിന് ഇതുണ്ട്, ഒരു ശിലയാണ്. എന്ത് ശിലയാന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അത് ഇവിടുത്തെ ശിലയ്ക്ക് ഈ ഒരു മണൽ ഒരു തേയ്മാനമുള്ള വിഗ്രഹമാണ്. അധികം ബലത്തിൽ തേക്കാനോ ഇഞ്ച വല്ല അങ്ങനെയുള്ളതൊന്നും ഇട്ട് തേക്കാൻ വയ്യ. തേയ്മാനം വരും. നമ്മൾ ശരിക്കും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു മണലിൻ്റെ ഒരു തിളക്കമുണ്ടല്ലോ, യഥാർത്ഥ രൂപം തന്നെ നമുക്ക് കിട്ടും. അത് അങ്ങനെ ഒരു രീതിയാണ് കാണുന്നത്. പിന്നെ ഈ എണ്ണ ആടി കഴിഞ്ഞാൽ വേറൊരു വിശേഷമുള്ളതെന്ന് വെച്ചാൽ വെറും വെള്ളം ഒഴിച്ചാൽ ആ എണ്ണമയം മുഴുവൻ ബിംബത്തിന്മേന്ന് പോവും. അല്ലെങ്കിൽ എണ്ണമയം പോകണമെങ്കിൽ ഇഞ്ചായിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു വിശേഷാൽ ഒരു വിഗ്രഹമാണത്. ശിലയാണ്. അതിപ്പോൾ എന്ത് ശിലയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയാണ്. അതൊക്കെ വീണ്ടും നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകണം. അതൊക്കെ ഒരു എന്തായാലും വിശിഷ്ടമായ ഒരു ശില തന്നെയാണ്. ഈ തേയ്മാനമുണ്ട് എന്നർത്ഥം. തേയ്മാനം ഉള്ള വിഗ്രഹങ്ങളാണ്. അതായത് ബലം അധികം കൊടുക്കാൻ വയ്യ, അത്രയേ ഉള്ളൂ. ഇതൊന്നുമില്ല. ശരി. പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷങ്ങളൊക്കെ ഏത് സമയത്താണ് നടക്കുന്നത്? ആണ്ടിൽ 2 ഉത്സവമുണ്ട്. കാവടി ഉത്സവം എന്നാണ് പറയുക. രക്തചന്ദന കാവടി ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രസാദം. അതെ, അതും ഒരു വേറെ എങ്ങും ഉണ്ടാവും തോന്നലില്ല. അഭിഷേകങ്ങളും ഒക്കെ പ്രത്യേകതയുണ്ടല്ലേ? ഉള്ളൂ, വെള്ളമില്ല. വെള്ള ചന്ദനത്തിൽ ഭഗവാന്റെ പവർ. ഇപ്പം ഇവിടെ ഞങ്ങൾ പൂജയ്ക്കാണെങ്കിലും
ഇവിടെ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ ഈ രക്തചന്ദനാണ്. ഓ അത് ശരി. ഈ കാവടിയാണെങ്കിലും രക്തചന്ദനം കൊണ്ടുള്ള കളഭാണ് ആട്. പിന്നെ വഴിപാടുകളുണ്ട്, ഈ തുലാഭാരം ഒക്കെ ഈ ചന്ദനമുട്ടി വഴിപാടുണ്ടെങ്കിൽ ചുമന്നതേ ഉള്ളൂ. അത് പ്രധാന ഉത്സവങ്ങൾ ഏത് സമയത്താണ് അവിടെ? മേടത്തിലും വൃശ്ചികത്തിലും ഓ അവസാനത്തെ ഞായർ എന്നുള്ള കണക്കാണ്. ഈ കൊടിയേറി ഉത്സവമല്ല, കാവടി ഉത്സവം എന്നാണ് പറയുക. അതിൽ ഏറ്റവും പ്രധാനം മേടത്തിലാണ്. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന കാലം മേടമാണല്ലോ, അത് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം. ആ മേടത്തിലെ അവസാനത്തെ ഞായർ എന്നുള്ള കണക്കാണത്. അതുപോലെ വൃശ്ചികത്തിലുണ്ട്, ആണ്ടിൽ 2 കാവടി. വൃശ്ചികത്തിലും അവസാനത്തെ ഞായർ എന്നുള്ള കണക്കാണ്, ഡേറ്റ് അല്ല. അതേപോലെ ആദിത്യപുരത്ത് എല്ലാ ദിവസവും നട തുറക്കാറുണ്ടെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഭക്തജനങ്ങളുടെ തിരക്ക്. ഞായറാണ് ഞാൻ കണ്ടിട്ടുണ്ടത്, അതുകൊണ്ടാണ് ചോദിച്ചത് അതേക്കുറിച്ച്. സൂര്യൻ്റെ ദിവസം ഞായർ എന്നാണ് പറയുക, സൺഡേ എന്നാണ് പറയുക. അതെ അതെ അതെ, ആ ഒരു ഇതാണ് സൺഡേ അല്ലേ. അതൊരു പുതിയ അറിവാണ് കേട്ടോ, സത്യമായിട്ടും പറയാണ് കേട്ടോ. സൂര്യൻ്റെ ദിവസമാണ് അല്ലേ സൺഡേ. അത് ശരി. അതേതായാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. സൺഡേ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു അവധി ദിവസം, അതിനപ്പുറം നമ്മൾ ഒരു ഞായറാഴ്ച, സൺഡേ സൂര്യൻ്റെ ദിവസം ആണ് ഈ ഞായറാഴ്ചയാണ്. അത് ശരി. പിന്നെ ഇവിടെ ഈ ത്വഗ്രോഗങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അത് ശരി. ഇവിടെ ഇത് പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇപ്പോൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം? നവഗ്രഹ പൂജ, അടനിവേദ്യം, പിന്നെ ഈ ചന്ദനം മുട്ടി നടക്കി വെക്കിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ രക്തചന്ദനാണത്. ഒക്കെ വെള്ളയില്ല, ചുവന്നത് മാത്രമേ ഉള്ളൂ. അത് ഈ സർവ്വപ്രായശ്ചിത്തായിട്ട് സങ്കല്പിച്ച് നമ്മൾ എന്തെങ്കിലും പൈസ കൂടി കൂട്ടി ഒഴിഞ്ഞ്, ചിലർ അറിയാവുന്നവർ ചന്ദനം മുട്ടി മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടത് എന്തെങ്കിലും പൈസ കൂടി കൂട്ടി ഒഴിഞ്ഞ് നടക്കെ സമർപ്പിക്കുക. അത് സാധാരണ നമ്മൾ ഈ എല്ലാത്തിനും പ്രായശ്ചിത്തം എന്നും പറഞ്ഞാണ് പറയുക അവരോട്. പിന്നെ പലരും പല സങ്കല്പത്തിലാവും വയ്ക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം. സാധാരണ നമ്മൾ ഇവിടുന്ന് പറയുക ഇതാണ് സങ്കല്പമായിട്ട്, ശരി. പലരും പല സങ്കല്പത്തിലാവുമല്ലോ വയ്ക്കണം. അതെ, ഇപ്പോൾ ഒരു ഭക്തൻ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ജോലി സംബന്ധമായ പ്രശ്നമായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, വിളിച്ചാൽ കറക്റ്റാണ്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടി എന്താണ് സമർപ്പിക്കുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? ഗ്രഹപൂജയുണ്ട്. പിന്നെ ഈ രോഗദുരിതങ്ങൾക്ക്, ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറാൻ ഈ എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ള പൂജ. എന്നാൽ ഇവിടെ വേറൊന്നുണ്ട്, സൂര്യൻ മാത്രമേ ഉള്ളൂ, നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ ഇല്ല. ഓ, നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ, അത് ശരി. നവഗ്രഹങ്ങളെ സങ്കല്പിച്ചുള്ള പൂജയാണ് നമുക്ക്. സൂര്യനാണല്ലോ നറുക്ക് വരിക. അതെ അതെ അതെ, സൂര്യൻ്റെ മാത്രമേ പ്രതിഷ്ഠയുള്ളൂ, നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ വേറെ ഇല്ല. ഓ അത് ശരി. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അതുണ്ടല്ലേ? നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ് അറിയും. സൂര്യനൊപ്പം നിൽക്കാൻ വേറെ ആരല്ലേ, സൂര്യ തേജസ്സോടെ നിൽക്കാൻ ആരാണ് പിന്നുള്ളത്? അതേപോലെ തന്നെ ഉപദേവതകള് കിഴക്കോട്ട് ദർശനമായിട്ടൊരു ദേവി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവതിയാണ് അല്ലേ? ഭഗവതി ദുർഗയാണ്. ദുർഗയാണ്. അത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ കക്കത്തുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓ, അവിടെ ഈ ജീർണിച്ച് കിടന്ന ഒരു വിഗ്രഹമാണ്. കാലൊക്കെ ഒടിഞ്ഞ് കയ്യൊക്കെ ഒടിഞ്ഞ് ഒരു വിഗ്രഹമായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെയൊക്കെ മുത്തശ്ശനായിട്ട് ഒരു 150 കൊല്ലം 200 കൊല്ലം മുമ്പെന്ന് കൂട്ടിക്കോളൂ. അദ്ദേഹമാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന ഇപ്പം മുമ്പ് ഈ ശ്രീകോവിലിൻ്റെ സൂര്യൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഈ ശ്രീകോവിലിൻ്റെ പുറകെ കൊണ്ട് ഈ ദുഃഖ ചാരി വെച്ചു. അത് കഴിഞ്ഞ് ഈ പാഴൂപ്പടിപ്പര അവിടെ പോയി പാഴൂര ഇവരുണ്ടല്ലോ ജ്യോതിഷം, അതിന് പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം. അവിടെ പോയി ഇത് ഇവിടെ എവിടെയാണ് വയ്ക്കേണ്ടത് നോക്കിയപ്പോൾ അവിടെ തന്നെ മതിയെന്ന് കണ്ടു എന്നുള്ളതാണ്. അപ്പം അവിടെ തന്നെ ഒരു ചാച്ചി കെട്ടി പോലെ ഉണ്ടാക്കി അവിടെ ഇങ്ങോട്ട് പ്രതിഷ്ഠിക്കാനുണ്ടായത്. അത് കിഴക്കോട്ട് ദർശനമായിട്ടാണ്. കിഴക്കോട്ട്, സൂര്യൻ പടിഞ്ഞാട്ടുമാണ് ഉദിക്കുന്ന. അങ്ങനെയാണല്ലോ, കിഴക്കുന്നാണല്ലോ അങ്ങോട്ട്. ആ ഒരു ഇതിൽ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതെ, അതുപോലെ പിന്നെ ശാസ്താവ് യക്ഷി അല്ലേ? ശാസ്താവ് തെക്ക് ഭാഗത്ത്. ശരി. ഇതാണ് പിന്നെ ഈ ത്വഗ്രോഗങ്ങൾ വളരെ പ്രധാനമായി. എണ്ണ ഇവിടുത്തെ അതിനെന്താണ് പ്രധാനമായിട്ട് വഴിപാടുകളൊക്കെ ഉള്ളത്? അത് ഈ എണ്ണാഭിഷേകം, പിന്നെ ഈ രക്തചന്ദനം, ഈ മുൾക്കാപ്പുണ്ട്. ഈ രക്തചന്ദനം കൊണ്ട് മുൾക്കാപ്പുണ്ടാകും. ഇത് ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വയ്യായ ഉള്ളിടത്ത് പെരട്ടുക. ശരി. ദിവസവും ഈ എണ്ണ ഉള്ളിൽ ഈ കുളി കഴിഞ്ഞ് സേവിക്കുകയും വളരെ പ്രധാനമാണ്. അത് എല്ലാ ദിവസങ്ങളിലും ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഈ മഷി കണ്ണുകൾക്ക് വളരെ പ്രധാനമാണ്. ഇവിടുത്തെ അകത്തെ വിളക്കിലെ മഷിയാണ്. അത് ശരി. അപ്പോൾ ഈ മഷി നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ എടുത്തു കൊടുക്കും. അകത്തുനിന്ന് മഷിയുണ്ട്. ഇതിനായിട്ട് ഞങ്ങൾ ഒരു മഷി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അത് ശരി. പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ മഷിയാണ് പ്രസാദമായിട്ട് കണ്ണിന് വയ്യായുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ ശരിക്കും സൂര്യൻ്റെ പവർ പോലെ തന്നെ, സൂര്യ തേജസ്സോടെ തന്നെയാണ് ആദിത്യപുരം സൂര്യക്ഷേത്രവും അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഈ ആയസ്സ, അഴക, ആരോഗ്യം, ഇതാണ് സൂര്യൻ്റെ. അതെ 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 അതെ, അതാണല്ലോ ഒരു വ്യക്തിക്ക് വേണ്ടത്. അതെ അതെ അതെ, സത്യം. ഞാൻ പറയാം, എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇപ്പോഴത്തെ കെമിക്കൽ ക്രീമുകളൊക്കെ തേക്കുമ്പോഴും പറയുന്നത് സൂര്യ തേജസ്സോടെ. സൂര്യൻ തപസ് ചെയ്യുന്ന ഒരു ധ്യാനമാണ് ഇവിടുത്തെ. ഈ മഹാമായ ഭഗവതിയെ തപസ് ചെയ്യാന്നാണ് ഒരു സങ്കല്പം. അതായത് ഒരു പ്രപഞ്ച ആ ഒരു കാലഘട്ടത്തിൽ ഈ സൂര്യദേവന് സർപ്പത്തിനുമാണ് ഈ പ്രത്യക്ഷ രൂപം. മറ്റുള്ളതൊക്കെ നമുക്ക് സങ്കല്പമാണല്ലോ, വിഷ്ണു അങ്ങനെയുള്ള. ഇതൊക്കെ സൂര്യനെ നമുക്ക് നേരിട്ട് കാണാം, സർപ്പത്തിനെയും കാണാൻ പറ്റും. അപ്പോൾ ശക്തിയൊക്കെ മറ്റുള്ള ദേവരുടെ മാത്രമേ ഉള്ളൂ. അതിൽ
പോരായ വന്നിട്ട് അതിൽ തൃപ്തനാകാത്ത സൂര്യഭഗവാൻ മഹാമായ തപസ് ചെയ്തു എന്നാണ്. ആ തപസ് ചെയ്യണ ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ തപോമുദ്രയാണ്. ചമ്രം മറിഞ്ഞിരിക്കുക, ഇങ്ങനെ കയ്യ്, പിന്നെ 2 കൈ ശംഖ് ചക്രം, അതാണ് വിഗ്രഹം. അപ്പോൾ മഹാമായ തപസ് ചെയ്തു എന്നാണ് പറയുക. ആ തപസ് ചെയ്ത് മഹാമായ പ്രത്യക്ഷപ്പെട്ട് ഈ 6.25 നാഴിക ഉദിച്ച് ഈ സമയം സർവ്വദേവരുടെയും ശക്തി സൂര്യനുണ്ടാവുമെന്ന് അനുഗ്രഹിച്ചു എന്നാണ് ഒരു ഐതിഹ്യം പറയണത്. അപ്പം അതുപോലെ തപസ് ചെയ്യണ ഒരു ധ്യാനത്തിലാണ് ഇവിടെ സൂര്യൻ്റെ ഇരിപ്പ്. അങ്ങാപുറ മഹാമായ വന്നുകൊണ്ട് അതിന് ശേഷമാണ്. അപ്പം ആ മഹാമായ വന്നതിന് ശേഷമാണ് ഇപ്പം ഈ കാണുന്ന രീതിയിൽ ഇവിടെ ആയത്. മറ്റത് ഈ ശ്രീ മാത്രമേ ഉള്ളൂ. അതെ, അതുമായിട്ട് നമുക്ക് ബന്ധം പറയാനൊന്നുമില്ലെങ്കിലും അനുഭവം ഒരു ബന്ധമുണ്ടെന്ന് അനുഭവം സാക്ഷിയല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇതാണ് ആ മഹാമായിയാണിത് എന്ന് പറയാൻ നിവൃത്തിയില്ല. ശരി. അതേപോലെ തന്നെ നമുക്ക് ഈ പൂജയും വഴിപാടുകളൊക്കെ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ, അതോ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഒരു അങ്ങാപ്പുറ ഒരു തറയുണ്ട് തെക്ക് ഭാഗം. അവിടെ ഒരു ഇട്ടറ എന്നും പറഞ്ഞൊരു ഏതോ ഒരു കാലഘട്ടത്തിലൊരു ഭക്തനാണ്. അദ്ദേഹത്തിന് 2 കണ്ണും കാണില്ല എന്നാണ് പറയുക, അവിടെ ഭരണകാലത്ത്. ശരി. അത് കഴിഞ്ഞ് ഇവിടെ ദേവനെ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ആ ഒരു കാലഘട്ടമാണതേ, പഴയ കാലഘട്ടം. അതിനൊക്കെ മുമ്പുള്ള കാലം, ശരി, വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപിടി ഒരു 200 കൊല്ലം മുമ്പ് അദ്ദേഹം ആ പുറത്ത് ഇവിടെ വന്ന് ദിവസവും ഈ ഭഗവാനെ ഇവിടെ കിടന്ന് ഭജിക്കുകയായിരുന്നാണ്. 1 കൊല്ലം കൊണ്ട് കണ്ണ് കാണാറായി. ആ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് അവിടെ ഒരു തറയുണ്ട്. ഈ കോട്ടയം ഭാഗത്ത് എവിടെയോ ആണ് ഇട്ടറ എന്നാണ്. പേരാണോ ഇനി വീട്ടുപേരാണോ ഒന്നും ചോദിച്ചാൽ അറിയില്ല. നോക്കി നമുക്കത് കണ്ടുപിടിക്കണം. അതേക്കുറിച്ച് നമുക്ക് കേട്ടിട്ടില്ല. അവരുടെ കുടുംബക്കാർ ഇവിടെ വരാറുണ്ട്. ആ ഒരു കാലഘട്ടം അവരൊരു പരമ്പരയിൽപ്പെട്ടവർ ഇവിടെ വന്ന് ഒരു മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ശരി. അപ്പം അതിൻ്റെ ഒരു സങ്കല്പമാണ് അവിടെ. അങ്ങനെയാണ് കാണുന്നത് അല്ലേ? കേരളത്തിലെ അതിപുരാതനമായ ഒരു സൂര്യദേവൻ്റെ ക്ഷേത്രമാണ് ആദിത്യപുരം. ഇവിടെ വഴിപാടുകൾക്കും ഭഗവാനും വളരെയധികം ശക്തിയുള്ളതാണ്. നമ്മുടെ കാര്യസാധ്യത്തിനും ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്കും വഴിപാടുകൾ കഴിച്ചാൽ ഫലം ഉറപ്പാണ്. ഇവിടെ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ നട തുറക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞായറാഴ്ച ദിവസമാണ് അതിവിശിഷ്ടമായ ദിവസം. ഞങ്ങളുടെ സ്ഥലം എഴുമാന്തുരത്താണ്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളെല്ലാ ആഴ്ചയിലും വരാറുള്ളതാണ് ഇവിടെ. പിന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരാളാണ്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും ഞങ്ങൾ വരാറുള്ളത്. ഇത് കേരളത്തിലെ ആദ്യത്തെ സൂര്യദേവ ക്ഷേത്രമാണ് ആദിത്യപുരം എന്ന് പറയുന്നത്. ഇവിടുത്തെ നവഗ്രഹ പൂജയാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് വേറെ വഴിപാടെന്നൊക്കെ പറഞ്ഞാൽ രക്തചന്ദനം കൊണ്ടുള്ള വഴിപാടുകളുണ്ട് ദക്ഷിണയായിട്ട് കൊടുക്കുന്നത്. അതൊക്കെയാണ് മെയിനായിട്ടും. കടുത്തുരുത്തിയിൽ അടുത്താണ് ഈ അമ്പലം വരുന്നത്. മറ്റുള്ള ഒരുപാട് പൂജകളൊക്കെ ഉണ്ട്. ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമാണിത്. വിളിച്ചാൽ വെളിപ്പുറത്ത് കേൾക്കുന്ന ഒരു ഭഗവാനാണ്. ഇപ്പോൾ വിളിച്ചാലും നമുക്ക് വിശ്വാസവും ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഒരു ഭഗവാനാണ് സൂര്യദേവൻ. ഇവിടെ 10 വർഷമായി ജോലി ചെയ്യുന്നു. ഇവിടുത്തെ പ്രധാന മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെത്തിമാല, ചെമ്പരത്തിമാല, ചുവന്ന പുഷ്പമാലയാണ്. നിരവധി ആൾക്കാർ വരുന്നുണ്ട്. ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ തിരക്ക്, മാലകെട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ 2 ഡ്യൂട്ടിയാണ്, സോപാന സംഗീതവും മാലകെട്ടുമൊക്കെയാണ്. ഞായറാഴ്ച ദിവസമാണ് കൂടുതലും സോപാന സംഗീതവും പരിപാടിയായിട്ടുള്ളത്. ഞാനും അനിയനുമാണ് ഇവിടെ സ്ഥിരം. അപ്പം അനിയൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട്. 10 വർഷമായി. താമര പുഷ്പാഞ്ജലിക്ക് താമരമാലയും ഇതൊക്കെയാണ് ഇവിടെ പ്രാധാന്യമായിട്ട്. കൂടുതലും ചുവന്ന പുഷ്പമാണ് എല്ലാവരും ചോദിച്ചു വരുന്നത്. ചുവന്ന പുഷ്പമാണ്. സൂര്യന് ചുവന്ന പുഷ്പമാലയാണ് ഏറ്റവും പ്രാധാന്യം. സൂര്യ അത് തന്നെ, അതുകൊണ്ടാണ് അതാണ് ഏറ്റവും കൂടുതൽ. തിരുമനസ് അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം ഞാൻ അറിയാൻ കഴിഞ്ഞു. ഒരു ദിവ്യ പ്രതിഷ്ഠ, അങ്ങനെയാണ്. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു തലമുറയിൽ, ഏതോ ഒരു തലമുറയിൽ ഒരു അദ്ദേഹം ഇവിടെ തപസ് ചെയ്ത് സൂര്യഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്ത വിഗ്രഹം എന്നാണ് പറയുക. അപ്പോൾ ഒരു ദിവ്യപ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചേക്കുന്നത്. ശരി. അപ്പോൾ ഞങ്ങളുടെ ഈ ആ പരമ്പരയിലുള്ളവരാണ് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ പൂജ, ഇവിടുത്തെ ചിട്ടകളുമൊക്കെ തയ്യാറാക്കി. ആ ഒരു രീതിയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവർ ഇവിടെ പൂജ പതിവുള്ളൂ, പുറത്തുനിന്നുള്ളവരില്ല. ശരി. അത് അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് പറഞ്ഞ് കൈമാറി വന്നേക്കണ ഒരു പൂജാ രീതിയാണത്. മറ്റുള്ള രീതി പോലെയല്ല സൂര്യൻ്റെ പൂജ ഇവിടുത്തെ, വ്യത്യസ്തമാണ്. അത് ഞങ്ങൾക്ക് പരമ്പരയായിട്ട് കാരണവന്മാർ പറഞ്ഞ് ഓരോ തലമുറയ്ക്കും
കൈമാറി വരണതാണ്. അത് രഹസ്യമായിട്ട് ഇങ്ങനെ കൈമാറി പോരുന്നല്ലേ? അങ്ങനെയാണ് രീതി ഇവിടുത്തെ. അത് ശരി. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഈ ബിംബത്തുമ്മ ഒരു ശിവനും ഒരു വിഷ്ണുവും കൂടി ഉണ്ട് മടിയിൽ. അതിനൊരു ചരിത്രവും കൂടി ഉണ്ടത്. അതോടെ പറയൂ, അത് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറയും. അതിപ്പോൾ നമുക്ക് കണ്ണിൽ പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല. എന്ന് വെച്ചാൽ ചെറിയൊരു സാളഗ്രാമാണ് വിഷ്ണുവിൻ്റെ. ശിവൻ്റെ ചെറിയൊരു ശിവലിംഗം. അതായത് ഇത് പറയണത് ഈ അദ്ദേഹം പ്രതിഷ്ഠിച്ച ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് മാത്രമേ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെല്ലാൻ പറ്റുള്ളൂ, ചൂടുകൊണ്ട്. വേറെ ഒരു സാധാരണ ഒരു മനുഷ്യന് പറ്റണില്ല. ആ ഒരു അത്രയും തേജസ്സായിപ്പോയി അത്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകണമല്ലോ എന്ന് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നിരീക്ഷിച്ചത്. അതെ 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 അതെ. അവനവനിൽ മാത്രമല്ല ഒതുക്കിയേക്കണതിൽ. അദ്ദേഹം മറ്റുള്ളവർക്കും കൂടി വേണമല്ലോ എന്ന് നിരീക്ഷിച്ച് ഒരു വിഷ്ണുവിനെ അവിടെ സങ്കല്പിച്ചു. അപ്പോൾ കണ്ടമാനം ഡൗൺ ആവാണ്ടിരിക്കാൻ ഒരു ശിവനും കൂടി, അങ്ങനെയാണ് ഒരു ശിവനും വിഷ്ണുവും കൂടി അവിടെ വന്നേക്കണം. അപ്പോൾ ഒരു തുല്യമായിട്ട് നിൽക്കും. ആ ഒരു സാധാരണക്കാരന് മുമ്പിൽ ഒന്ന് തൊഴാനുള്ള ആ ഒരു അത് ഉണ്ടാവാൻ വേണ്ടി അന്ന് അങ്ങനെ ചെയ്തേക്കണതാണത് എന്നാണ് ഒരു ഇത് പറയണത്. ഈ നമ്മൾ രാശി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തെളിഞ്ഞു വന്ന അങ്ങനെയാണ്. അത് ശരി. അതുപോലെ ഈ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ രക്തചന്ദന ഘോഷയാത്രകളൊക്കെ നടത്തുമ്പോൾ പ്രത്യേക ഒരു കുടുംബക്കാർക്ക് ഞങ്ങൾക്ക് ആദ്യത്തെ കാവടി ഇല്ലത്തെ വേണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ കാവടി. പിന്നെ ഭക്തജനങ്ങളുടെ അങ്ങനെ ചെയ്യും. ആദ്യം ഇവിടുത്തെയാണ്. അത് എങ്ങനെയായാലും വേണം. അതാണ് ആദ്യത്തെ കാവടി. അതും ചരിത്രപരമായി ഇങ്ങനെ തുടർന്ന് പോരുന്ന കാര്യമാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരു കിലോമീറ്ററാണ് ഇല്ലത്തേക്ക് പോകാൻ. ഇല്ലത്തു നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയാണ് പണ്ട് പതിവ്. അത് ശരി. പിന്നെ കാലം മാറി, ആ ഒരു കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ ഇവിടെ തന്നെ അകത്ത് തന്നെ അങ്ങനെയാണ് ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട്. ഈ അന്നദാനങ്ങളൊക്കെ അതുപോലെ എല്ലാ ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഭക്തജനങ്ങൾ തന്നെ ഇവിടെ വഴിപാടായി അങ്ങനെയുണ്ട്. അല്ലാണ്ട് ഏതായാലും ഉണ്ട്. ചിലപ്പോൾ ആൾക്കാരുടെ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതായാലും ക്ഷേത്രമൊക്കെയുണ്ട്. എല്ലാ ഞായറാഴ്ച ഇവിടെയുണ്ട്. ഉച്ചപൂജ കഴിഞ്ഞ് നിൽക്കണവർക്ക് ഉള്ളതുപോലെ കൊടുക്കുക. സൂര്യദേവൻ കൊടുക്കുന്ന പോലെ തന്നെ, ആകാശത്തിങ്ങനെ കൊടുക്കുന്ന പോലെ തന്നെ ഉള്ളതുകൊണ്ട് കൊടുക്കുക. സന്തോഷമായിട്ട് പോവാം. അത്രേ ഉള്ളൂ. അത് പ്രസാദമല്ലേ? ആ ഒരു സങ്കല്പത്തിൽ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂലി വരും. അതൊന്നും അതിന് കൂടുതലും കുറവൊന്നുമില്ല. അതൊന്നും നോക്കാറില്ല. അതെ, ദൈവം തരുന്ന സന്തോഷത്തോടെ അത് കൊടുക്കുക. അതാണൊരു ഉച്ചപൂജ കഴിയുമ്പോൾ ഒരു 12:30-1 മണിയാവും. ഇവിടെ നിൽക്കണവർക്ക് ഈ പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൻപുറമായ കാരണം ഈ മറ്റുള്ളിടത്തെ പോലെ ഒരു ഹോട്ടൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് കുറേ കാലങ്ങളായിട്ട് ഇപ്പം എങ്ങനെയാണ്. ശരി. അപ്പോൾ എന്തായാലും മനസ്സിന് സമാധാനമായിട്ട് സന്തോഷകരമായിട്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്ന് സൂര്യഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകുമെന്ന് ഭക്തർ പറയുന്നു. എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. അങ്ങനെയാണ് ഓരോരുത്തരുടെ അനുഭവം കാണുന്നത്. അപ്പോൾ എന്തായാലും ആദിത്യപുരം സൂര്യക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് തിരുമനസ് പറഞ്ഞു നൽകിയത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഉയർച്ച ഈ ക്ഷേത്രത്തിനുണ്ടാവട്ടെ. സൂര്യഭഗവാൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയല്ലേ, എന്നും അതേപോലെ തെളിഞ്ഞ മുഖത്തോടെ നിൽക്കട്ടെ. കൂടുതൽ അറിവുകൾ പകർന്നു നൽകിയ താങ്കൾക്ക് പ്രത്യേക നന്ദി ഞങ്ങളുടെ വക. നമസ്കാരം. മനുഷ്യന് ജീവിത പ്രതിസന്ധികളിൽ എന്നും സാന്ത്വനമായി നിലകൊള്ളുന്നത് ദൈവിക സന്നിധാനങ്ങളാണ്. അത്തരത്തിലേറെ പ്രശസ്തമായ ആദിത്യപുരം സൂര്യക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പങ്കുവച്ചത്. ഏവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി.